ശ്രീനാരായണ പരമഗുരവേ നമഃ. സജ്ജനങ്ങളെ, മാർച്ച് 8 ലോക വനിതാ ദിനമായി എങ്ങും ആചരിച്ചു വരുന്നു. സമസ്ത മേഖലകളിലും സ്ത്രീകളുടെ പുരോഗതിയും ലക്ഷ്യം വെച്ചാണ് ഓരോ വനിതാ ദിനവും കടന്നുപോകുന്നത്. എന്നാൽ ഈ അവസരത്തിൽ കേരളത്തിലെ സ്ത്രീജനങ്ങളിൽ, പ്രത്യേകിച്ചും ഹിന്ദുമതത്തിലെ സ്ത്രീജനങ്ങളിൽ ഉണ്ടായ മനോഭാവത്തിൻ്റെ മാറ്റം ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ്. മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ സ്ത്രീ എന്ന ശക്തിരൂപിണിയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. കേരളത്തിൽ വിവാഹമോചന കേസുകൾ അനുദിനം വർദ്ധിച്ചു വരികയാണ്. ഇതിൻ്റെ കാരണം എന്തായിരിക്കും? നമുക്കൊന്ന് പിറകോട്ട് ചിന്തിച്ചു നോക്കാം. പിതാ രക്ഷതി കൗമാരേ, ഭർത്താ രക്ഷതി യൗവനെ, പുത്രോ രക്ഷതി വാർദ്ധക്യേ, ന സ്ത്രീ സ്വാതന്ത്ര്യമർഹ്യതേ. ഇത് മനുസ്മൃതിയിലെ ഒരു ശ്ലോകമാണ്. അർത്ഥം ഇതാണ്: ബാല്യത്തിൽ പിതാവ് സംരക്ഷിക്കുന്നു, യൗവനത്തിൽ ഭർത്താവ് സംരക്ഷിക്കുന്നു, വാർദ്ധക്യത്തിൽ പുത്രൻ സംരക്ഷിക്കുന്നു. അതിനാൽ സ്ത്രീക്ക് സ്വതന്ത്രാവസ്ഥ അർഹമല്ല. പുരാതന കാലത്ത് സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. സമൂഹം പുരുഷനാണ് പ്രാധാന്യം കൽപ്പിച്ചിരുന്നത്. സ്ത്രീയുടെ സുരക്ഷയും സംരക്ഷണവും കുടുംബം മുഖേനയായിരുന്നു. അതിനാൽ സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നത് സംരക്ഷണത്തിൽ ആയിരിക്കണം എന്ന അർത്ഥത്തിലാണ് വ്യാഖ്യാനിക്കേണ്ടത്. എന്നാൽ ആധുനിക കാലത്ത് ഇന്ത്യയുടെ ഭരണഘടന പുരുഷനും സ്ത്രീക്കും തുല്യ അവകാശം ഉറപ്പുവരുത്തുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ വിദ്യാഭ്യാസം, ജോലി, സ്വാതന്ത്ര്യം, സ്വയം തീരുമാനങ്ങൾ എടുക്കൽ, ഇവകളിലെല്ലാം സ്ത്രീക്കും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ചുരുക്കത്തിൽ ആധുനിക കാലത്ത് സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്നതാണ് സത്യം. സ്ത്രീകൾ വിദ്യാഭ്യാസപരമായും ഉദ്യോഗപരമായും സ്വന്തം കാലിൽ നിൽക്കാൻ ആരംഭിച്ചതോടുകൂടി അവർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം കൈവന്നു. ഇതോടെ സാമൂഹ്യപരമായും കുടുംബപരമായും ഉള്ള സ്ത്രീകളുടെ മനോഭാവത്തിൽ മാറ്റമുണ്ടായി. വിവാഹശേഷമുള്ള ഗാർഹിക പീഡനവും ഒറ്റപ്പെടുത്തലുകളും അവളെ വേറിട്ട രീതിയിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. താൻ ആരുടെയും അടിമയല്ല, ഭർത്താവില്ലാതെയും ജീവിക്കാം, സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള ത്രാണി തനിക്കുണ്ട് എന്നൊക്കെയുള്ള വിശ്വാസം അവളെ ഏകാന്ത ജീവിതത്തിലേക്ക് തള്ളിവിട്ടു. പതിയെ പതിയെ അവൾ അതിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇതിലൂടെ തൻ്റെ ഏത് ഇഷ്ടവും നേടാമെന്നായി. എന്തിനും സ്വാതന്ത്ര്യം. ശകാരിക്കാനും കുറ്റപ്പെടുത്താനും ആരുടെയും ചെവികൊള്ളേണ്ടതില്ല. ഇതൊക്കെ സത്യമായ കാര്യം തന്നെയാണ്. എന്നിരുന്നാലും ഈ അവസരത്തിൽ സ്ത്രീകൾക്ക് സമൂഹത്തോട് ഒരു പ്രതിപത്തിയില്ലേ എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. കല്യാണം കഴിക്കുന്നതും കുട്ടികൾ ഉണ്ടാവുന്നതും മാനവരാശിയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. കല്യാണം കഴിച്ച് അടിച്ചു പൊളിച്ചാൽ മാത്രം മതി, കുട്ടികളൊന്നും തൽക്കാലത്തേക്ക് വേണ്ട എന്ന് ചിന്തിക്കുന്നവരും കുറവല്ല. എന്നാൽ ഇപ്പോഴത്തെ തലമുറയിലുള്ളവർ, പ്രത്യേകിച്ച് ഹിന്ദുമതത്തിലെ സ്ത്രീജനങ്ങൾ, പ്രത്യേകിച്ചും ഒരു കുട്ടി മാത്രം മതി എന്ന കാഴ്ചപ്പാടുള്ളവരാണ്. പ്രസവിക്കാനും കുഞ്ഞുങ്ങളെ വളർത്താനുമൊക്കെ ഇവർക്ക് മടിയാണ്. ഇതിൻ്റെ കാരണം ചോദിച്ചാൽ ഇപ്പോഴത്തെ ട്രെൻഡ് ഇങ്ങനെയാണെന്നാണ് മറുപടി. ഒരു 20 വർഷം മുൻപ് ജെൻസി കുട്ടികളുടെ അച്ഛനമ്മമാർ ഇത്തരം തീരുമാനങ്ങൾ എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കാൻ ഇവർ ഉണ്ടാകുമായിരുന്നില്ല. ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിലെ സ്ത്രീജനങ്ങൾ വിവാഹത്തിലും സന്താനോൽപാദനത്തിലും പിശുക്ക് കാണിക്കാറില്ല. തന്മൂലം ആ വിഭാഗത്തിൻ്റെ ജനസംഖ്യ വർദ്ധിക്കുകയും സമൂഹത്തിൽ പ്രബലരാവുകയും ചെയ്യും. ഇതുമൂലം കേരളം അല്ലെങ്കിൽ ഇന്ത്യ തന്നെയാവട്ടെ, ആര് ഭരിക്കണമെന്ന് വിധിയെഴുതുന്നത് അവരാവും. ഹിന്ദു സ്ത്രീകളുടെ ഈ ചെയ്തി മൂലം ഒരു 50 വർഷത്തിനപ്പുറം ഹിന്ദു ജനസംഖ്യ ഇന്നുള്ളതിൻ്റെ പാതിയായി ഒരു ദുർബല വിഭാഗമായി പരിണമിക്കും. ഇതൊക്കെ ഇവിടെ സംഭവിച്ചതിന് ശേഷം കരഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. സ്ത്രീയെ ശക്തിരൂപിണിയായി പൂജിക്കുന്നത് ചുമ്മാതല്ല. നാളെയുടെ നിലനിൽപ്പ് തന്നെ സ്ത്രീയിലാണ്. അഭിനവ ഫെമിനിസ്റ്റുകളുടെയും മൂഢചിന്താഗതിയും ഫോളോ ചെയ്ത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ തകർക്കരുത് എന്ന് എല്ലാ നാരീജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നു. സമൂഹം അനുവദിച്ചു തരുന്ന എല്ലാ സ്വാതന്ത്ര്യവും അനുഭവിച്ചുകൊണ്ട് ഉത്തമ ഗുണമുള്ള സ്ത്രീയായി, നല്ല കുടുംബിനിയായി, ഉത്തരവാദിത്വത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ഭർത്താവിന് താങ്ങും തണലുമാകുവാനും കൂടി ഓരോ സ്ത്രീരത്നങ്ങൾക്കും കഴിയുമാറാകട്ടെ എന്ന്
പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.